ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കും. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിച്ചേക്കില്ല. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എപ്പോഴുണ്ടാകും പ്രഖ്യാപനം? റായ്ബറേലിയിൽ രാഹുൽ എത്തുമെന്നറിയുന്നപ്പോൾ ആരാകും അമേഠിയിൽ? ദിവ്യ, ഇന്ന് തന്നെ റായ്ബറേലി അമേഠിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം കോൺഗ്രസ് അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റായ്ബറേലിയിലും അമേഠിയിലും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളടക്കം ഒന്നടങ്കം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇരു നേതാക്കളും ചില അല്ലെങ്കിൽ അസൗകര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഇതോടെ തുടർന്ന് കഴിഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തീരുമാനം വിട്ടിരുന്നു. എന്തായാലും നാളെയാണ് അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രഖ്യാപനം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതേസമയം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, മറിച്ച് പ്രിയങ്ക പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മാറുകയാണെങ്കിൽ അമേഠിയിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ചുമതല കോൺഗ്രസിനുണ്ട്. നേരത്തെ നെഹ്റു കുടുംബത്തിന്റെ അടുത്ത ബന്ധുവും അതുപോലെ തന്നെ ഗവർണറും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഷീല കൗളിന്റെ ചെറുമകനായ ആശിഷ് കൗളിന് ഇത്തവണ എങ്കിൽ അമേഠിയിൽ നറുക്ക് വീണേക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ലഭിക്കുന്ന സൂചനകൾ. ഇതിനോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് PCC അടക്കം വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നു. രാഹുൽ അമേഠിയിലും അതുപോലെ തന്നെ പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. AICC നേതൃത്വം ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. പക്ഷേ പ്രധാനമായും BJPയും ഇതുവരെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നത് ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും BJP ഇത്തരൊരു നീക്കത്തിലേക്ക് നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ വരുൺ ഗാന്ധി അടക്കം റായ്ബറേലിയിലേക്ക് എത്തിക്കുവാൻ BJP ശ്രമിച്ചിരുന്നെങ്കിലും വരുൺ ഗാന്ധി ഇതിന് അസൗകര്യം അറിയിച്ചുകൊണ്ട് മാറുകയായിരുന്നു. എന്തായാലും BJP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഇന്നുണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും BJP അടക്കം ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഭയത്തിലാണ്. ഇത്തരത്തിൽ അമേഠിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതുപോലെ ഇത്തവണ റായ്ബറേലിയും അവർക്ക് നഷ്ടമാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. നെഹ്റു കുടുംബം പൂർണ്ണമായും ഭയപ്പെട്ടുവെന്ന ആരോപണം തന്നെയാണ് BJP ഉയർത്തുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അമേഠിയും റായ്ബറേലിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവ്യ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കും. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങില്ല, പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാകും ചെയ്യുക. അപ്പോൾ അമേഠിയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.